2025 പിന്നിട്ട് 5 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ക്രൂരമായിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾക്ക് നമ്മുടെ കേരളം സാക്ഷി ആയിട്ട് ഇരിക്കുകയാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ. അതിന്റെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ സംഭവിച്ച കാര്യമാണ്. അപ്പൊ എന്തായാലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, പ്രിയപ്പെട്ട കുട്ടികൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, മെമ്പർമാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഈ മാർഗമായിട്ടുള്ള പിശാചിനെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുകയുള്ളൂ എന്നതിൽ യാതൊരു സംശയമില്ല. കേരള പോലീസിനാണെങ്കിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ആണെങ്കിലും ഒരു പരിധിയുണ്ട്. അപ്പോൾ പോലീസ് വരട്ടെ, എക്സൈസ് വരട്ടെ എന്ന് കാത്തുനിന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ തന്നെ നിൽക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നും 12 കോടിയുടെ MDMA ആണ് പിടിച്ചത്. മെത്തഡിൻ ഡയോക്സിൻ മെത്താഫെറോമിൻ എന്നുള്ള മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥം എക്സ്ചേഞ്ച് ചെയ്യുന്ന കാരിയർ ആയിട്ടുള്ള ഒരാളെ പിടിക്കേണ്ടായി. അപ്പൊ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ പത്രം വായിച്ച് തള്ളിക്കളയുന്നു. യൂട്യൂബ് നമ്മൾ സെർച്ച് ചെയ്യുന്നു, വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം 24 അവർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ഈ മാരകമായിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല, പഠിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. നമ്മൾ കേരളത്തിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങളുടെ പിന്നിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഈ 12 കോടി രൂപയുടെ MDMA പിടിച്ചാൽ ഇത് കേരളത്തിലാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. ഈ കേരളത്തിൽ സപ്ലൈ ചെയ്യുമ്പോൾ ആ പിടിച്ച ആളുകളുടെ വീട്ടിലെ ഷോക്കേസിൽ വെക്കാനുള്ള ഒരു സംഭവമല്ല അത് നമ്മുടെ കേരളത്തിൽ ഈ പറയപ്പെട്ട ഈ ചെറിയ കുട്ടികൾക്ക് 8ലും 9ലും 10ലും +1ലും +2ലും പഠിക്കുന്ന കുട്ടികൾക്ക് സപ്ലൈ ചെയ്തിട്ട് അവരുടെ കേസ് വേർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ നമ്മൾ വെറുതെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ ചെയ്യല എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള കുട്ടികൾ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് വിഡ്രോവൽ സിൻഡ്രോം എന്നുള്ള മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച് റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവണം, അപ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കല്ലുകൊണ്ട് സ്വന്തം പിതാവിന്റെ തല എറിഞ്ഞു പൊട്ടിക്കുക, സ്വന്തം സഹോദരിയുടെ പിന്നാലെ കത്തികൊണ്ട് ഓടുക, സ്വന്തം മാതാവിനെ കുത്തുക, വടികൊണ്ട് തല അടിച്ചു പൊട്ടിക്കുക എന്നുള്ള ഇത്രയും കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് ചിന്തിച്ച് അപ്പുറത്തുനിന്ന് ചിരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് കാത്തു നിൽക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഒരു സംഭവം മനസ്സിലാക്കണം. നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന മിക്കവാറും കുട്ടികൾ, മിക്കവാറും ആളുകൾ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. PG, MCom, MSc എല്ലാ വിദ്യാഭ്യാസമുള്ളവരാണ്. റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടു, ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് MDMA പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾ സുരക്ഷിതല്ല. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവർ ഇറങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യുന്ന പിശാചുക്കളുടെ വലയിൽ കുട്ടികൾ പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കുട്ടികളെ ബാഗ് എടുത്ത് സ്കൂളിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ടല്ലേ, നമ്മൾ ശ്രദ്ധിക്കുന്നു തിരിച്ചവരെ എങ്ങനെയാണ് വരുന്നത്. ആ സ്കൂളിൽ അവർ പോകുന്ന സമയത്ത്, ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത് ആരുമായിട്ടൊക്കെ നമ്മൾ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള പിഞ്ചു കുട്ടികൾ ഇടപഴകുന്നുണ്ട്. അവരെ ചെകുത്താനും കടലിനും നടുവിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. ഇന്നത്തെ സമൂഹം ശരിയല്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ പിടിക്കുന്ന എല്ലാവരും അവിടെ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പിടിക്കുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോഴും, അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള അവരുടെ ഗുഡ്വിൽ, അവരുടെ പ്രശസ്തിയെ കുറിച്ച് നോക്കുമ്പോൾ അവരെല്ലാം നല്ല തറവാട്ടിൽ ജീവിച്ചവരാണ്. കാരണം ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് സ്വന്തം മകനെ സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന മാതാക്കളുള്ള കേരളമാണ് നമ്മുടേത്. സ്വന്തം മകന്റെ ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ആക്രമണങ്ങൾ താങ്ങാൻ കഴിയാതെ ഇവനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോകും. പെറ്റ വയറാണ് പറയുന്നത്, പ്രസവിച്ച ഉമ്മയാണ് പറയുന്നത്. നിങ്ങൾ ഇവനെ കൊണ്ടുപോകണം, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. ഇവനെ കൊണ്ടുപോകാനുള്ള അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാനുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, 21, 22, 23, 24, 25 വയസ്സായിട്ട് അവരെ അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് കാത്തു രക്ഷിക്കേണ്ട 55, 60 വയസ്സായിട്ടുള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച രക്ഷിതാക്കളുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ അന്നുകൂടെ പറഞ്ഞു, മനുസ്മൃതിയിൽ പുത്രോ രക്ഷതി വാർദ്ധക്യേ എന്ന് പറയുന്ന ആ സംഭവം,
വാർദ്ധക്യ സമയത്ത് നമ്മളെ സംരക്ഷിക്കേണ്ട, വാർദ്ധക്യകാലത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട, വാർദ്ധക്യകാലത്ത് നമ്മൾക്ക് മരുന്ന് വാങ്ങിത്തരേണ്ട, വാർദ്ധക്യകാലത്ത് നമ്മളെ സംരക്ഷിക്കേണ്ട മക്കൾ, ആ മക്കളെ നോക്കാൻ വേണ്ടി നമ്മള് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകേണ്ട ഒരു കാലം അതിവിദൂരത്തല്ല. ഇപ്പോ ജോയിന്റ് ഫാമിലി സിസ്റ്റം മാറി ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറി. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ഒരു മിനി സൊസൈറ്റി എന്നുള്ളത് പണ്ട് ഉണ്ടായിരുന്നു. മിനി സൊസൈറ്റി സ്വന്തം വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് മിനി സൊസൈറ്റി ഇല്ല. സ്വന്തമായിട്ട് ഒരു വീട്ടിൽ എന്താ ഉള്ളത്? അച്ഛൻ, അമ്മ, 2 കുട്ടികൾ. ന്യൂക്ലിയർ ഫാമിലിയാണ്. അവർക്ക് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ ആരെ മാനിക്കണം, സമൂഹത്തിൽ ആരെ ബഹുമാനിക്കണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, താഴ്ന്ന കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ആ പ്രവർത്തന രീതി, അല്ലെങ്കിൽ ആ രീതിയെ കുറിച്ച് സ്വന്തം മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഈ കുട്ടികൾ നാളെ ഈ മാതാപിതാക്കളെ കയ്യിൽ പിടിച്ച് എവിടെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഒരു സംഭവം മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകൾ 100ഓളം 150ഓളം ബോധവൽക്കരണ ക്ലാസുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോ കേരള സർക്കാരിന്റെ ഈ പദ്ധതി വളരെ അർത്ഥവത്തിൽ തന്നെയാണ്. ഒരുപാട് കേസുകൾ കുറഞ്ഞിട്ടുണ്ട്. 50% 40% കേസുകൾ ഇപ്പൊ കുറഞ്ഞു. പലർക്കും പേടിയുണ്ട്. ആളുകൾ ഇത്തരത്തിലുള്ള ഇലിയാസ് താളിയിൽ, അതേപോലെ തന്നെ നമ്മൾ മുനീർ, ഇത്തരത്തിലുള്ള ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ മുനീർ, പിന്നെ ഇങ്ങനത്തെയുള്ള ആളുകളെ കൂട്ടമായിട്ട് അവർ കൃത്യമായിട്ട് അത് ഒബ്സർവ് ചെയ്തിട്ട് ആ വിവരങ്ങൾ കൃത്യമായിട്ട് പങ്കുവെച്ച് ഈ നാടിനും വേണ്ടി, നാട്ടുകാരും അവരെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി, നാടിനെ രക്ഷിക്കാൻ വേണ്ടി കൂട്ടായ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനം നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒന്ന് തന്നെയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ലഹരി ഉപയോഗിച്ച് പല അക്രമവും ഈ അടുത്ത കാലത്തിന് നമ്മുടെ പ്രദേശത്തുണ്ടായി, അല്ലെ? നമ്മുടെ പ്രദേശത്തുണ്ടായി. അത് അവരുടെ ഇടയിലേക്ക് നമ്മൾ കയറി ചെന്നിട്ട് കാര്യമില്ല. ഒരു മാനസിക രോഗിയായിട്ടുള്ള ഒരാള് നമ്മൾ എങ്ങനെയാണ് അയാളോട് നമ്മൾ പെരുമാറുക? ഒരു മാനസിക രോഗിയായിട്ടുള്ള ഒരാളോട് നമ്മൾ പെരുമാറുമോ? ഒരാൾക്ക് മാനസിക രോഗം വന്നു, അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മാറിപ്പോയി, പക്ഷെ എങ്കിൽ പോലും പിന്നീട് നമ്മൾ അയാളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ആ രീതി തന്നെയാണ് മാനസിക വൈകല്യം ബാധിച്ച, ലഹരിക്കടിമപ്പെട്ട് പിച്ചും പേയും പറയുന്ന, ബിടെക് കഴിഞ്ഞ, എംടെക് കഴിഞ്ഞ, MSc കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും. തിരുവനന്തപുരത്ത് ഒരു മകൻ സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്നത് മകന്റെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ പിതാവ് ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥമാണ് അവനെ കൊണ്ട് ചെയ്യിച്ചത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടു, അടുത്ത കാലത്ത് കണ്ടു, കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പോക്സോ കേസ്. എന്താണ് അതില്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, SSLCക്ക് പഠിക്കുന്ന 2 കുട്ടികളെ അറ്റാക്ക് ചെയ്യാണ്. അതിന്റെ വീഡിയോ എടുക്കുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ. നമ്മുടെ നാട് ഏതുവരെ എത്തി എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. കാരണം 24 അവർ നമ്മുടെ കയ്യിൽ ഫോണാണ്, എല്ലാ സമയത്തും ഫോണാണ്. ഫോണിലൂടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണണം. നല്ല രീതിയിലുള്ള യൂസ് അല്ല ഫോണുള്ളത്. സൈബർ യുഗത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ സൈബർ ക്രൈമുകളുടെ എണ്ണം കൂടി വരികയാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടിയിൽ കിടക്കുന്ന പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പരസ്പരം ബഹുമാനം, ആദരവ്, അനുകമ്പ എല്ലാ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. ഒന്നുമില്ല. ഒരു കല്യാണ വീട്ടിൽ പോയിക്കോട്ടെ, ഒരു മരണ വീട്ടിൽ പോയിക്കോട്ടെ, ഒരു ഉത്സവത്തിന് പോയിക്കോട്ടെ, 4 ആള് കൂടുന്ന ഒരു സമയം ആയിക്കോട്ടെ, അവരെ പരസ്പരം സംസാരിക്കുന്നില്ല. ആളുകൾക്ക് ആരോടും ഒരു ബന്ധമില്ല, അറ്റാച്ച്മെന്റ് ഇല്ല. മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഫോൺ. അപ്പൊ ഇത്തരത്തിലുള്ള സമൂഹം മൂല്യച്യുതി സംഭവിക്കുന്ന, ദിശാബോധം നഷ്ടപ്പെട്ട ഒരു പുതിയ തലമുറയെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. ആക്രമണങ്ങൾ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. വെഞ്ഞാറമൂട്, തിരുവനന്തപുരത്ത് സംഭവിച്ചത് നാളെ നമ്മളവിടെ സംഭവിക്കാം. എന്താ അവിടെ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നത്? നമ്മളീ പ്രദേശത്തില്ലേ MDMA ഉപയോഗിക്കുന്നവരില്ലേ, കഞ്ചാവ് ഉപയോഗിക്കുന്നവരില്ലേ? അപ്പോ ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ അവരെ ആക്രമിക്കുക, അവരെ വീട് കയറി ആക്രമിക്കുക. അപ്പൊ ഇതിന് നാട്ടുകാർ ശരിയല്ലാത്തതാണ്. എല്ലാവരും എന്ത് വേണം? ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തണം. ഒറ്റപ്പെടുത്തില്ലെങ്കിൽ നാളെ അവരുടെ വാള് നമ്മുടെ നെഞ്ചത്തായിരിക്കും. ഒരു സംശയമില്ല, അവരെ നമ്മൾ സംരക്ഷിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളായിക്കോട്ടെ, ഒരു സാംസ്കാരിക പ്രവർത്തനം ആയിക്കോട്ടെ, അവരെ സംരക്ഷിക്കാനേ പാടില്ല.
അവർക്കെതിരെ കൃത്യമായുള്ള വിവരം കൊടുക്കണം, കൃത്യമായുള്ള റിപ്പോർട്ട് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കണം. ഒരു പക്ഷേ നടപടി ഉണ്ടാവും. കുറെ കാലമായിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മകൻ കേടുവന്നാൽ അതിന് ഉത്തരവാദി നിങ്ങളല്ല, അത് പോലീസല്ല, എക്സൈസ് അല്ല. എക്സൈസിന് ലോ ആസ്പെക്ട് മാത്രം നോക്കേണ്ട കാര്യമുള്ളൂ. ഒരു ആക്രമണം നടന്നാൽ, ഒരു തല്ല് നടന്നാൽ, ഒരു ലോ ആൻഡ് ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അവിടെ പോലീസ് വന്ന് ഇടപെടും. അല്ലാതെ നിങ്ങളുടെ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കലല്ല പോലീസിന്റെ പണി. പോലീസിന്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു പക്ഷെ പോലീസ് വേറെ എവിടെയായിരിക്കും, എക്സൈസ് വേറെ എവിടെയായിരിക്കും. അപ്പൊ പോലീസ് എത്തിയില്ല, എന്റെ മകൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, അത് നിർത്തേണ്ട കടമ സ്വന്തം പിതാവിനും മാതാവിനും, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, സമൂഹം, ഇവിടുത്തെ നാട്ടുകാർ, അവർക്കെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടതാണ്. അവർ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും. ഇപ്പൊ വിളിക്കുകയാണ്, സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്, ഒന്ന് വരുമോ, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. പോലീസിന്റെ സഹായം വേണം, പോലീസിന്റെ ആംബുലൻസ് വേണം, ഞങ്ങൾ തയ്യാറാണ്. കാരണം അവൻ സമൂഹത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാൽ, നിരപരാധിയായ ഒരാളെ കൊന്നാൽ, നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചാൽ അതിന്റെ പേര് ഞങ്ങൾക്കാണ്. അപ്പൊ എന്താണ്, ഞങ്ങൾ ഇടപെടും. ഇവിടെ സംഭവിക്കുന്ന ആത്മഹത്യകളുടെ എണ്ണം കൂടി വരികയാണ്, ഡൈവോഴ്സ് കേസുകളുടെ എണ്ണം കൂടി വരികയാണ്, കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരികയാണ്, പോക്സോ കേസുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇതിന്റെ എല്ലാം പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ നിസ്സംശയം നമുക്ക് പറയാം, അത് ലഹരി മാഫിയകളുടെ അടിത്തറ തന്നെയാണ്, സംശയം. കാരണം നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു, LSD സ്റ്റാമ്പ്, LSD ഇപ്പൊ റീസെന്റ് ആയിട്ട് പിടിച്ചു, ഗോവയിൽ നിന്ന് പിടിച്ചു. അവിടെ അത് പാലക്കാടുള്ള ഒരാളാണ്, പാലക്കാടുള്ള ഷമീർ എന്ന് പറഞ്ഞ ഒരാളാണ്. അത് പൊടിയായിട്ടും ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും ഉപയോഗിക്കാവുന്ന ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് ഒരു ഡ്രോപ്സിന് 4500 രൂപ മുതൽ 5500 രൂപ വരെ വില ഉണ്ട്. അതാണ് 14 കോടിക്ക് ഗോവയിൽ നിന്നും പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഷമീർ എന്നയാളുടെ ആ ചങ്ങാതി ഇത് ഇവിടേക്ക് കൊണ്ടുവന്ന എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവന്റെ വീട്ടിലെ അവന്റെ അച്ഛനോ അമ്മയ്ക്കോ പിതാവിനോ മാതാവിനോ സഹോദരിമാർക്കോ കൊടുക്കാനല്ല. ഈ പാവപ്പെട്ട നമ്മളെ പോലത്തെ കുട്ടികള് കോളേജിലേക്കും സ്കൂളിലേക്കും പോകുമ്പോൾ അവർക്ക് കൊടുക്കാൻ. അപ്പൊ അവന് ചോദ്യം ചെയ്ത് പോകാൻ പറഞ്ഞത്, ഞാൻ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ മക്കളെ, ഞാൻ അന്ന് നേരത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുണ്ട്, ആധാരം പണയം വെച്ചിട്ടാണ് സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നത്. വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പഠിപ്പിക്കുകയാണ്. അവിടെ നിന്നും കുട്ടികളെ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മളോട് പറഞ്ഞിട്ടാണോ കുട്ടികളെ ഉപയോഗിക്കുക? അപ്പൊ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ MDMA ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ LSD ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിക്കണം. നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്കറിയാവുന്നതാണ്, ഒരു ഫാമിലിക്ക് 2 മക്കളാണ്, 2 കുട്ടികളും മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ആ പിതാവിന്റെയും മാതാവിന്റെയും അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണം. ആ 2 കുട്ടികളും ആത്മഹത്യയുടെ വക്കിലാണ്. ഇതുപോലത്തെ ഒരുപാട് കേസുകൾ അറിയാം, പലരും പുറത്ത് പറയുന്നില്ല. നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് കരുതി ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ വളർത്തുന്ന മക്കൾ ഈ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് നാട്ടിലേക്ക്, നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചാൽ അതിലപ്പുറം വേറൊന്നുമില്ല. നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രോഗ്രസ് ആയിപ്പോ, there is no poverty. ഇന്നിവിടെ പട്ടിണിയില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സാണ്, ഇഷ്ടം പോലെ ബാഗാണ്, ഇഷ്ടം പോലെ ചെരുപ്പാണ്. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്ര ഡ്രസ് ഉണ്ട് സർ എന്ന് കൈ പൊക്കിയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ല എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. പണ്ട് ഞങ്ങൾ വാപ്പാർക്കും ഉമ്മാർക്കും അറിഞ്ഞു 3-4 ഡ്രസ് ഉണ്ടാവും, പെട്ടിയിലൊന്ന് മടക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെ, അത് കല്യാണത്തിന് പോകുമ്പോഴത്തേനും പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ അതിടാൻ ഞങ്ങൾ പിന്നാലെ ഓടണം. അത് അതേപോലെ മടക്കി കൊണ്ടുവരണം. അതിന് പ്രത്യേക സ്മെല്ലായിരുന്നു, അല്ലെ. സ്കൂളിലേക്ക് അത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അതിന്റെ ഒരു പുത്തനെടുപ്പിന്റെ മണമാണ്. ഇപ്പൊ കുട്ടികൾക്ക് പുത്തനെടുപ്പുണ്ടോ? പുത്തനെടുപ്പില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരും കുട്ടികളും അത് നല്ല തന്നെയാണ്. നമ്മൾ പ്രോഗ്രസ് ആണ്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണം, സാംസ്കാരികമായിട്ട് മെച്ചപ്പെടണം. അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് മാന്യമായ രീതിയിൽ സമൂഹത്തിൽ പെരുമാറേണ്ട മര്യാദകളെ കുറിച്ച് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നില്ല.
ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല, പരസ്പരം സംസാരിക്കുന്നില്ല, പരസ്പരം കുട്ടികളെ ചേർത്ത് പിടിക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒരു സംശയമില്ല, കുട്ടികൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. കുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കണം. ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. നമ്മുടെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ 10-15 പേര് ഇപ്പൊ ആത്മഹത്യ ചെയ്തു. ഈ 2024-25 കാലഘട്ടങ്ങളിൽ സൂയിസൈഡ് ചെയ്ത് അതിന് പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാൻ ആക്കാൻ പറ്റാത്ത അതിനനുവദിക്കാത്ത കുറെ പേരാണ് അതിന്റെ പിന്നിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ വലുപ്പ ചെറുപ്പമില്ല കുട്ടികൾക്ക്. ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രാജ്യം വിട്ടു പോയത്. ഒരു പെൺകുട്ടി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി രാജ്യം വിട്ടു, ഗോവയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു. അപ്പൊ കുട്ടികൾ പോവാണ്. 57 ഓഫ് KP മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷൻ. കുട്ടികൾ പോവാണ്. കാരണം ഫോണല്ലേ, 24 മണിക്കൂറും ഫോണല്ലേ. കുട്ടികൾക്ക് ഫോണിൽ കളിക്കാനല്ലേ സമയമുള്ളൂ. നമുക്ക് കുട്ടികളെ നോക്കാൻ സമയമില്ല. നമുക്ക് ഫോണിൽ കളിക്കണം അല്ലെ? നമ്മൾ ഫോണിൽ കളിച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഫോൺ കളിക്കരുത്, നിങ്ങൾ ഡോണ്ട് യൂസ് ഇറ്റ്, നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് പറയണം. നമ്മൾ ഫോണിൽ കളിക്കണം. അപ്പൊ നമ്മൾ കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്ത് കുട്ടികളെ കൂടെ നിന്ന് കുട്ടികളെ ഒപ്പമിരുത്തി ഒരു 2 മണിക്കൂറെങ്കിലും കുട്ടികളെ കൂടെ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങളെ കുട്ടികളെ നോക്കിയിട്ടില്ലെങ്കിൽ ഈ ലോകം എന്ന് പറയുന്നത് ശരിയല്ല, മാരകം. ഞാൻ നേരത്തെ പറഞ്ഞു 12 കോടിയുടെയും 14 കോടിയുടെയും 10 കോടിയുടെയും MDMA-യും LSD പോലത്തെ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുമ്പോൾ ഈ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ മക്കൾ തന്നെയാണ്. അന്യഗ്രഹത്തിൽ നിന്നും അത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. MDMA ഉപയോഗിച്ചാൽ എന്താണ്? അതിന് മണമില്ല, രുചിയില്ല, മണമില്ല. അതാണ് അതിന്റെ ഏറ്റവും പക്ഷേ അതിന്റെ പ്രത്യേകത, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് MDMA-യുടെ പ്രത്യേകത എന്താണ്? അത് ഉപയോഗിച്ചാൽ മാക്സിമം ആ കുട്ടിയുടെ ആയുസ് 5 വർഷം 28-29 ആകുമ്പോഴത്തേക്കൊക്കെ മിക്കവാറും പോകും. ഇനി നമ്മൾ അവനെ നോക്കിയിട്ട് കാര്യമില്ല, അവൻ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല, അവന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കില്ല എന്ന് വൃത്തിയുണ്ട്. കാരണം മാരകമായിട്ടുള്ള പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് അവൻ ജീവിച്ചിട്ടുള്ളത്. കൊല്ലുന്നതും കൊലപാതകങ്ങളുടെയും കഥകൾ പറയാൻ ഇവിടെ സമയമില്ല. ഇഷ്ടംപോലെ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. കൊലപാതകങ്ങളെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ പോകും. ഇപ്പോ നിങ്ങൾ അറിഞ്ഞോ, കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെ കണ്ടോ നിങ്ങൾ? ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം കുത്തിക്കൊന്നു. പരസ്പരം ഭയങ്കര, അത് ആ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കുട്ടികളെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചവിടെ പോയി വേറെ പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി അവർ നിൽക്കാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ തർക്കായി, അവര് പരസ്പരം കുത്തി, അവര് മരണപ്പെട്ടു. ആ പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കും. 7-4 വയസ്സുള്ള 2 കുട്ടികളുണ്ട് ഇവിടെ. കുട്ടികൾക്ക് ആരുണ്ടായിട്ട് സ്വന്തം മാതാവും പിതാവും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കുട്ടികൾക്ക് ആരുണ്ടായിട്ട് എന്താ കാര്യം? ആരുണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലരും സൂയിസൈഡിന് ശ്രമിക്കുമ്പോൾ സ്വന്തം മക്കളെ എടുത്ത് കണ്ടിച്ചാണ്. അപ്പൊ തച്ചനാട്ടുകര കഴിഞ്ഞ ദിവസം കണ്ടു അല്ലെ? തച്ചനാട്ടുകരയില് പുള്ളിയുടെ അവര് മെന്റലി ചെറിയ ഡിസോർഡർ ആയിരുന്നു. സ്വന്തം മകളുമായിട്ട് കണ്ടിച്ചാടി 3 വയസ്സുള്ള മകൾ മരണപ്പെട്ടു. അവർ രക്ഷപ്പെട്ടു. മകള് മരിച്ചു. അതേപോലെ വിയകുർശിയില് സംഭവിച്ചത് മദ്യപിച്ചിട്ട് പൂരായിരുന്നു. കിണർ ഏതാ കുഴി ഏതാന്ന് അറിയില്ല, കിണറ്റിൽ ചാടി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മാരകമായിട്ടുള്ള ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ് വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളവരുണ്ടാവുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു, ഡൈവേഴ്സുകളുടെ എണ്ണം കൂടി വരികയാണ്, കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരികയാണ്, കുട്ടികളിൽ അക്രമവാസന കൂടി വരികയാണ്, പരസ്പര സ്നേഹം, ബഹുമാനം, വിശ്വാസം എല്ലാം കുറഞ്ഞു വരികയാണ്. കുട്ടികൾ പരസ്പരം സംസാരിക്കാനുള്ള സമയമില്ല. ഏതെങ്കിലും മുത്തശ്ശിമാരിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഒരു കഥ പറഞ്ഞു തരട്ടെ, ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുക. പിന്നെ പറഞ്ഞ ഞാനൊരു ഫോൺ തരട്ടെ. ഏതാ കുട്ടികൾ കേൾക്കുക? നമ്മളെന്താ ചെയ്യുന്നത്? സഹോദരിമാരെന്താ ചെയ്യുന്നത്?
കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഫോണാണ് കൈ കൊടുക്കുന്നത്. അപ്പൊ കുട്ടികളിൽ ബാല്യകാലത്തിൽ തന്നെ ഒരു തെറ്റായ ചിന്ത വളർത്തുന്നു. ഈ ഫോണ് വലിയ കുഴപ്പമില്ല, ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക്, ഡി അഡിക്ഷനിലേക്ക്, അതല്ലെങ്കിൽ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ അക്രമവാസങ്ങൾ ഉണ്ടാവുന്ന ഒരു സമുദായം ഉൾപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ മക്കളും. നമ്മുടെ മക്കൾ വിഭിന്നമല്ല. ആദ്യം നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നും തന്നെ തുടങ്ങണം. അല്ലാതെ സമൂഹത്തിലേക്ക് നോക്കിയിട്ട് എന്താ കാര്യം? സമൂഹത്തിൽ ഇറങ്ങുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ? അല്ലെ ടീച്ചറെ? സമൂഹത്തിൽ ഇറങ്ങുന്നത് നമ്മുടെ കുട്ടികളല്ലേ? നമ്മളെ കുട്ടികളില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഉണ്ടായി? സമൂഹം എന്ന് പറയുന്നത് ആദ്യം ഒരു കുടുംബമാണ്. കുടുംബം ഒരു മിനി സൊസൈറ്റിയാണ്. ഈ മിനി സൊസൈറ്റി രൂപീകരിച്ചിട്ടാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. ആ സമൂഹമാണ് ലോകമായിട്ട് പിന്നെ മാറുന്നത്. അപ്പൊ സമൂഹത്തിലുണ്ടാകുന്ന ആക്രമണങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടിയിട്ടില്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്നും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒന്നോ രണ്ടോ മക്കളെ ആയിരിക്കും. പലരും വിളിച്ച് പറയുമ്പോ ഇന്ന ആൾക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി ഒന്ന് വരണം എന്ന് പറയുമ്പോ അത് എന്റെ മകനൊന്നും ആവില്ല, എന്റെ മകനൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല, അത് അപ്പുറത്തെ വീട്ടത്തെ ചെക്കനായിരിക്കും, എന്റെ മകനൊന്നും ഉപയോഗിക്കില്ല. പിന്നെ പറയുന്നതോ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആ ചെക്കനെ കൂടെ നടന്നിട്ടാണ് എന്റെ മകൻ കേടുവന്നത്. ആ ചെക്കന്റെ കൂടെ നടന്നിട്ടാണ്. അവര് പറയുന്നതോ, ഈ ചെക്കന്റെ കൂടെ നടന്നിട്ടാണ് എന്റെ മകൻ കേടുവന്നത്. പരസ്പരം തർക്കങ്ങളാണ്. നമ്മുടെ മകൻ പെർഫെക്റ്റ്, നമ്മുടെ മകൻ കഞ്ചാവ് ഉപയോഗിക്കില്ല, ബീഡി വലിക്കില്ല, ഒന്നും ചെയ്യില്ല. മറ്റേ ചെക്കൻ, ആ ചെക്കൻ കഞ്ചാണ്. ഏത് സമയത്ത് ആ മുടി കണ്ടാൽ തന്നെ അറിയാം കഞ്ചു. നമ്മുടെ മകൻ പെർഫെക്റ്റ്. ആ ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മുടെ മകൻ മോശമാണ്, അവൻ നല്ലതാണെന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ മകൻ മോശമാണെന്ന് ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിച്ചാൽ സമൂഹം നന്നായി എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പൊ പിന്നെ ഡ്രസ് അലക്കുമ്പോ, ടീഷർട്ട് അലക്കുമ്പോ ഷർട്ടിന്റെ പാക്കറ്റിൽ നിന്ന് ഒരു ആൻസ് കിട്ടുകയാണെങ്കിൽ ഇതൊന്നും കാര്യമൊന്നുമില്ല, ഇത് ഇടക്കിടക്ക് കാണുന്നത് തന്നെയാണെന്ന് വെച്ചാൽ അപ്പൊ അവിടെ ബോധം കെട്ട് വീടേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളവിടെ ബോധം കെട്ട് വീടേണ്ട കാര്യമില്ല. കാരണം നമ്മള് ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ മക്കൾ ഒന്നും ഇത് യൂസ് ചെയ്യുന്നില്ല, ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കി. ഒരു കഞ്ചാവോ ഒരു ഇതോ കിട്ടിക്കുന്നത് ഇവിടുന്നാണ്, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. നാളെ വരുമ്പോ കൂടുതൽ കൊണ്ടുവരണം, നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കണം, മക്കളോട് പറയണം. അല്ലെ, ഇത് നീ മാത്രം ഉപയോഗിച്ചാൽ പോലെ നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞ് അവനെ അവന്റെ ഒപ്പം നിന്ന്, ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കണം. ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. കുട്ടികളാണല്ലേ, കൗമാരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയും. കൗമാരം എന്നുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ആ പ്രായം കഴിഞ്ഞ് വന്നവരാണ്. ബിറ്റ്വീൻ 15 to 18 ആ കുട്ടികളുടെ അവസ്ഥ വെരി ബാഡ്, വളരെ മോശമാണ്. അവരെന്താണ്, അവര് മുതിർന്ന അടുത്തേക്ക് വന്നാൽ പറയും, ഓർക്കാണ്ട് നിങ്ങൾ വലിയ ആൾക്കാർ വർത്താനം പറയുന്നത് നമുക്ക് എന്താ കാര്യം? ആ പാവങ്ങളാണ്ട് പോയി. കുട്ടികളെടുത്തേക്ക് ചെന്നാലോ, ചെക്കന് 10-12 വയസ്സായി, ഇപ്പോഴും കുട്ടിക്കളിയാണ്. അവരുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം കുട്ടികളിലും കൂട്ടൂല, വലിയ ആൾക്കാരുടെ കൂടി അവരെ കൂട്ടൂല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അപ്പൊ അവര് മെന്റലി ഡിസോർഡർ ആണ്. ഇപ്പോ SLC പരീക്ഷ പേടിച്ചിട്ട് 3 എണ്ണം ഇപ്പൊ തന്നെ രാജ്യം വിട്ടു പോയി. എവിടെയെന്ന് അറിയില്ല. പരീക്ഷ എഴുതി റിസൾട്ട് 9-ാം തീയതി വരിക. ഒരു കുട്ടി പറഞ്ഞിരിക്കണ അതിൽ എനിക്ക് 7 A+ കിട്ടുന്നുണ്ട്, ഇനി ആലോചിച്ചിട്ട് തിരിച്ചു വരാന്നുണ്ടാ പോയി. A+ ആണോ? മൊത്തം A+ ആണോ ജീവിതം? ആണോ? ഇവിടെ കിട്ടിയാൽ എല്ലാവർക്കും A+ കിട്ടിയാണോ? നമുക്ക് എല്ലാവർക്കും A+ ആണോ? A+ അല്ല, എല്ലാവർക്കും A+ കിട്ടിക്കോളുന്നില്ല. ഈ A+ മുഴുവൻ കിട്ടാത്ത കുട്ടികളെ ചീത്ത പറയുന്ന രക്ഷിതാക്കൾ സ്വന്തം SLC സർട്ടിഫിക്കറ്റ് കുട്ടികളുടെ മുമ്പിൽ ഹാജരാക്കും. അപ്പോ പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ, നമുക്ക് ദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ കുട്ടികള് സൗഭാഗ്യത്തോടു കൂടി വളരണമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലെ, സൗഭാഗ്യത്തോടു കൂടി വളരെ പ്രയാസപ്പെട്ടാണ് നമ്മളൊക്കെ ജീവിച്ചത്. ഇന്ന് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ല, കുട്ടികൾക്ക് വളരെ മാന്യമായ രീതിയിൽ നമ്മൾ വളർത്തുന്നുണ്ട്. ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പ്രോഗ്രസ് ഉണ്ട് എല്ലാവർക്കും. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ നമ്മൾ കുട്ടികളെ നേരായ വഴിയിലൂടെ വളർത്തുന്നില്ല എന്ന് മാത്രം. കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരു സമൂഹത്തെ നമുക്ക് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഇറ്റ് ഈസ് വർത്ത്ലെസ്, വാല്യൂലെസ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു ഡോക്ടർ നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം?
ലഹരി ഉപയോഗിക്കുന്ന അധ്യാപകൻ കുട്ടികളുടെ അടുത്ത് നീ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയാൻ അവകാശമുണ്ടോ? ഇല്ല. അങ്ങനത്തെ അധ്യാപകരുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവര് എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പൊ ആദ്യം ലഹരി ഉപയോഗിക്കുന്ന ഒരു പിതാവിന് സ്വന്തം മകനെ നീ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയും. പോയി പണിയൊക്കെ പറയും. ആദ്യം തന്റെ നിങ്ങൾ പോയി നന്നാവുക. അപ്പൊ ആദ്യം സ്വന്തം നന്നാവാന്ന്, സ്വന്തമായിട്ട് നല്ല ക്വാളിറ്റി, നല്ല ഗുണങ്ങൾ വരുത്തിയാൽ ആ വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളെ ഉപദേശിക്കാനുള്ള അർഹതയുള്ളൂ. അപ്പൊ കള്ളുഷാപ്പത്ത് നീക്കാത്ത ഒരാൾക്ക്, ബാറിന്ന് നീക്കാത്ത ഒരാൾക്ക് മക്കളെ, ഫാമിലിയെ നന്നാക്കാൻ അധികാരമുണ്ടോ? ഇല്ല. ആദ്യം സ്വന്തം നന്നാവണം. സ്വന്തം നന്നായാൽ കുടുംബത്തെ നന്നാക്കണം. കുടുംബത്തെ നന്നാക്കിയിട്ട് വേണം സമൂഹത്തിലേക്ക് ഇറങ്ങാൻ. അല്ലാതെ കുടുംബത്തിലെ മദ്യപാനികളും ഇതിലിങ്ങനെ വന്ന് പ്രസംഗിക്കുക, നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത്, മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, കുടുംബത്തിലെല്ലാം ഫുൾ കൂതറ. അതുകൊണ്ട് കാര്യമില്ല. ആദ്യം സ്വന്തം നന്നാവുക, കുടുംബത്തെ നന്നാവുക, ഒപ്പം നിൽക്കുക, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളാക്കി മക്കളെ വളർത്താനുള്ള സാഹചര്യത്തിലേക്ക് ഓരോ കുടുംബവും നീങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കൊലപാതകങ്ങൾ, പോക്സോ കേസുകൾ, അടിപിടികൾ എല്ലാം നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. ഏതായാലും നമുക്ക് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മക്കളെ നശിക്കാതിരിക്കട്ടെ. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ അങ്ങോട്ട് എടുക്കാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കാം. ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്ന് പറഞ്ഞാല് വെറുതെ അങ്ങോട്ട് ചൊല്ലി, ഈ പലരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പോവാറുണ്ട്. ഞാൻ ആദ്യം ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ആദ്യം പറയാം. അല്ലാതെ വെറുതെ എന്തോ ചൊല്ലി പോയിട്ട് കാര്യം ഇത് നമ്മുടെ മനസ്സിൽ തട്ടിയിട്ട് വേണം ചൊല്ലാം. കാരണം ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ പറയുന്നത് നമ്മൾ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല. ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് പോയിന്റോ, മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കില്ല. തേർഡ് വൺ, ലഹരി വിരുദ്ധ സമൂഹത്തിന് വേണ്ടി പോരാടി ഒരു ഉത്തമ സമൂഹത്തിനായി ഞാൻ പോരാടും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബ്രീഫ് ഓഫ് ദി ക്ലാസ്, ഈ ക്ലാസിന്റെ അന്തസത്തയാണ് ഈ പ്രതിജ്ഞയുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾ വീണ്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നെഞ്ചിലേക്ക് കത്തിക്കുത്തുന്ന സ്വന്തം മകന്റെ രൂപം ഒന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാവരും ഇതിനെതിരെ പോരാടും. എല്ലാവരും നമ്മളെ മക്കൾ നല്ല മക്കളായി വളരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരും വലത് കൈ മുന്നിലേക്ക് പിടിക്കുക. ഞാൻ പറയുന്നത് ഏറ്റുചൊല്ലുക. മദ്യം, മയക്കുമരുന്ന്, പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഒരു വ്യക്തിയെ വ്യക്തിപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും നശിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അവ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് ഒരു ലഹരി വിരുദ്ധ സമൂഹത്തിനായി ഒറ്റക്കെട്ടായി ഉറച്ച കാൽവെപ്പോടെ ഞാൻ പോരാടുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് പ്രതിജ്ഞ. ഈ പ്രതിജ്ഞയിലെല്ലാം ഉണ്ട്, നമ്മൾ ഈ ചൊല്ലിയ പ്രതിജ്ഞയിലെല്ലാം ഉണ്ട്. നമ്മുടെ കുട്ടികൾ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. നമ്മളെ ഈ കച്ചേരി പറമ്പ് നന്നായി. ഈ പ്രതിജ്ഞ നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് ചൊല്ലി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടി പോരാടിയാൽ ഈ പ്രദേശം നന്നായി. മറ്റു പരസ്പരം കുറ്റം പറയാതെ സ്വന്തം മക്കളെ നിലക്ക് നിർത്താനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹം നന്നായി. ഏതായാലും ഈ ഇത്തരത്തിലുള്ള മഹത്തായ ഈ വേദി വളരെ, ഈ ടീച്ചറെ വീണ്ടും എത്ര അനുമോദിച്ചാലും മറക്കില്ല. ടീച്ചർക്ക് ദീർഘായുസും ആഫിയത്തോടെയുള്ള ദീർഘായുസും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇനിയും ടീച്ചർ റിട്ടയർഡ് ആവണ്ട എന്നാണ് പറഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ടീച്ചർ ഇനിയും സമൂഹത്തിന്റെ നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കൂടെ, നമ്മൾ സമൂഹത്തിന്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സേതു സാറും അദ്ദേഹവും ഉണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനകൾ ഇവർക്കുണ്ടാവണം.
ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മേഖലയാണ് അംഗനവാടി എന്നുള്ളത്. അംഗനവാടി നമ്മൾ മാനിക്കണം. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഏരിയയുടെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഏത് സമയത്തും ടീച്ചറുടെ പ്രവർത്തനം ഇനിയും ഉണ്ടാകും. എന്തായാലും ഈ ഒരു വേദിയിൽ ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കാൻ കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം. നമ്മുടെ മക്കൾ ലഹരിക്കടിമപ്പെടാത്ത ഉത്തമ സന്താനങ്ങളായി വളരട്ടെ. നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഉതകുന്ന മക്കളായി വളരട്ടെ. അതിന് നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഏതെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ യോദ്ധാവ് എന്നുള്ള നമ്പറുണ്ട് 99956666. എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. യോദ്ധാവ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. പ്രദേശത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് അയക്കുക. പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.